ജയ്പൂർ എന്ന ഗ്രാമത്തില് ഡോണ്ടു എന്ന പേരുള്ള ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ആര് പറയുന്നതും കേൾക്കാറില്ല. അവന് തോന്നിയതുപോലെയാണ് അവൻ ജീവിക്കുന്നത്. എന്നിട്ട് പ്രശ്നത്തിലാകും. എന്തു പറ്റി ഡോണ്ടു? എരുമയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? ചിറ്റപ്പ, എരുമ ചത്തുപോയല്ലോ. എന്താ, നീ ഡോക്ടറെ വിളിപ്പിച്ചില്ലായിരുന്നോ? ഡോക്ടർ വന്നാ പിന്നെ 10,400 രൂപ ചെലവാവില്ലേ? എടാ വിഡ്ഢി, 2 ലക്ഷം രൂപയുടെ നഷ്ടമാണല്ലോ ഉണ്ടായി. നീ എന്ത് ചെയ്യും? നീ ഇങ്ങനെ തോന്നിവാസം കാണിച്ച നഷ്ടമല്ലേ ഉണ്ടാവൂ. ചൂടുകാലം തുടങ്ങാറായി. ഡോണ്ടു വാട്ടർമെലന്റെ കൃഷി തുടങ്ങാമെന്ന് വിചാരിച്ചു. ചന്തേന്ന് അതിന്റെ വിത്ത് വാങ്ങി അവന്റെ പാടത്ത് അത് വിതറിയിട്ടു. കമ്പോസ്റ്റും വെള്ളം ഒഴിക്കുന്നതും അവൻ നന്നായിട്ട് നോക്കി. എന്നിട്ട് കുറച്ചു നാള് കഴിഞ്ഞ് പാടത്ത് വാട്ടർമെലന്റെ ചെടി പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ തന്നെ കുറച്ചു നാള് കഴിഞ്ഞു. ഡോണ്ടു പാടത്ത് വന്നപ്പം അവൻ കണ്ടത് ചെടിയുടെ ഒരു വള്ളിയിലും വാട്ടർമെലൻ ഇല്ല. ഇത് കണ്ടപ്പം ഡോണ്ടുന് ഒരുപാട് വിഷമമുണ്ടായി. എന്നെ അവര് പറ്റിച്ചതാ. ഒരു വാട്ടർമെലൻ പോലും ഉണ്ടായില്ല. ഇനി ഇതിനെല്ലാം വലിച്ചു പറിച്ചു കളയണം. ഇതും പറഞ്ഞുകൊണ്ട് ഡോണ്ടു വാട്ടർമെലന്റെ വള്ളിയെല്ലാം പറിച്ചു കളയാൻ തുടങ്ങി. ഇനി ഒരൊറ്റ ചെടി മാത്രമേ ഉള്ളൂ. ഡോണ്ടു അതും വലിച്ചു പറിക്കാൻ പോയപ്പോ ആ വള്ളിയില് ഒരു കുഞ്ഞു വാട്ടർമെലൻ ഇരിക്കുന്നത് ഡോണ്ടു ശ്രദ്ധിച്ചു. ഇതിനെ ഞാൻ പറിച്ചു കളയുന്നില്ല. വാട്ടർമെലൻ കുറച്ചും കൂടെ വലുതായ പിന്നെ ഞാൻ തന്നെ അതിനെ കഴിച്ചോളാം. ഇതും പറഞ്ഞുകൊണ്ട് ഡോണ്ടു തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ചെടിയിൽ തൂങ്ങിക്കിടന്ന വാട്ടർമെലൻ ഇപ്പൊ വലുതാകാൻ തുടങ്ങി. ഓരോ ദിവസവും അത് വലുതാകുമായിരുന്നു. ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ വളർന്നു. അത് വളർന്ന് വളർന്ന് ഒരു മലയുടെ അത്രയുമായി. ഡോണ്ടു പാടത്ത് വന്നപ്പോ എന്നിട്ട് വാട്ടർമെലന്റെ വലിപ്പം കണ്ടപ്പം അവൻ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വാട്ടർമെലന്റെ പുറത്ത് കയറി അവൻ ഡാൻസ് കളിച്ചു. എന്നിട്ട് ഒച്ചയിട്ടു. ഡോണ്ടുന്റെ ഒച്ച കേട്ട് നാട്ടുകാരെല്ലാവരും അവന്റെ പാടത്തെത്തി. അവിടെ നിന്ന് വാട്ടർമെലൻ കണ്ടപ്പോ അവർ ആശ്ചര്യപ്പെട്ടു. ഇത് വാട്ടർമെലൻ ആണോ അതോ ഒരു മലയോ? ഇങ്ങനൊരു വാട്ടർമെലൻ ഞാൻ എന്റെ ജീവിതത്തിൽ മുൻപേ കണ്ടിട്ടില്ല. ഇനി എന്തു വേണം? അടുത്തുള്ള മറ്റേ ഗ്രാമങ്ങളിലെ ആൾക്കാര് ഈ വാർത്ത അറിഞ്ഞു. കുറച്ച് വ്യാപാരികൾ ഈ വാട്ടർമെലന് വില പറയാൻ വേണ്ടി ഡോണ്ടുവിന്റെ ഗ്രാമത്തിലെത്തി. വില പറഞ്ഞ് അവസാനം അതിന്റെ വില 2 ലക്ഷം രൂപയിൽ വന്നു നിന്നു. 2 ലക്ഷം രൂപ തരാം. ഇത് എനിക്ക് തരാമോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഇതിന്റെ സൈസ് കണ്ടില്ലേ? ഇതിന്റെ സൈസ് ആണല്ലോ പ്രശ്നം. ഇതിനെ മുറിക്കണം, വിൽക്കണം. ഇനി വിറ്റില്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യണം. ഇതിന്റേതായ ചെലവ് ഞങ്ങൾക്കുമില്ലേ? 2 ലക്ഷത്തിന് തന്നാ മതി. ഡോണ്ടു അതിനും സമ്മതിച്ചില്ല. വ്യാപാരികൾ തിരിച്ചുപോയി. ഒരു ദിവസം ഡോണ്ടു അവന്റെ കൂട്ടുകാരന്റെ വാട്ടർമെലൻ കടയില് വിഷമിച്ചു നിൽക്കുമായിരുന്നു. അവന്റെ കൂട്ടുകാരൻ ഒരു കസ്റ്റമറിന് വാട്ടർമെലൻ വിൽക്കുന്നുണ്ടായിരുന്നു. ആ, പിന്നെ അകത്ത് നല്ല ചുമന്ന നിറമല്ലേ? അതൊക്കെ എനിക്കറിയാമോ. ഞാൻ അകത്ത് കയറി നോക്കിയൊന്നുമില്ലല്ലോ. ഇത് കേട്ടപ്പോഴേ ഡോണ്ടുവിന്റെ മനസ്സില് ഒരു പുതിയ പദ്ധതി തോന്നി. ഡോണ്ടു അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ആൾക്കാർ വാട്ടർമെലൻ എന്തിനാണ് കഴിക്കുന്നേ? ചൂട് മാറ്റാൻ വേണ്ടി. ചൂട് മാറ്റാൻ ആൾക്കാർക്ക് വാട്ടർമെലൻ കഴിക്കാൻ പറ്റുമെങ്കിൽ അതിനകത്ത് താമസിക്കാൻ പറ്റുമല്ലോ. പിന്നെന്താ? ഡോണ്ടു അവിടുന്ന് ഒരു ഓട്ടം വെച്ചു. എന്നിട്ട് കുറച്ച് പണിക്കാരുമായിട്ട് പാടത്തെത്തി. വാട്ടർമെലൻ മുറിച്ച് ഇതിനകത്ത് ഒരു വീടുണ്ടാക്കിയാൽ മതി. ആൾക്കാർ ഇത് കഴിക്കാനല്ല, ഇതിനകത്ത് താമസിക്കാൻ വരും. പണിക്കാര് അവരുടെ പണി തുടങ്ങി. രാപകല് പണിയെടുത്തെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ വാട്ടർമെലനകത്ത് 200 മുറികൾ അവര് തയ്യാറാക്കി കൊടുത്തു. അതിനുശേഷം ഡോണ്ടു ഓരോ സ്ഥലത്ത് പോയി വാട്ടർമെലൻ ഹൗസിനെ കുറിച്ച് എല്ലായിടത്തും പബ്ലിസിറ്റി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഡോണ്ടു വാട്ടർമെലൻ ഹൗസിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ നല്ല വിലപിടിപ്പുള്ള ഒരു കാർ വന്നു നിന്നത്. കാറിനകത്തുനിന്ന് ഒരു കപ്പിൾ പുറത്തിറങ്ങി ഡോണ്ടുവിന്റെ അരികിൽ വന്നു. നിങ്ങളാണോ ഡോണ്ടു? അതെ, പറയൂ.
ഞങ്ങളുടെ വിവാഹം അടുത്ത കാലത്ത് നടന്നതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹണിമൂൺ കുലു മനാലിലല്ല, നിങ്ങളുടെ വാട്ടർമെലൻ ഹൗസിൽ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം താമസിക്കാൻ എന്താണ് വാടക? 2 ലക്ഷം. അത്രേ ഉള്ളൂ. കപ്പിൾ 2 ലക്ഷം രൂപ കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും വാട്ടർമെലൻ ഹൗസിൽ വന്ന് അവരുടെ ഹണിമൂൺ ആഘോഷിച്ചു. പിന്നെ ഡോണ്ടു വാട്ടർമെലൻ ഹൗസിൽ ഒരു റെസ്റ്റോറന്റും തുടങ്ങി. അതിലൂടെ അവൻ ഒരുപാട് ലാഭം നേടി. വലിയ വലിയ ആക്ടേഴ്സ്, ക്രിക്കറ്റേഴ്സ്, നേതാക്കള്, പിന്നെ ഫോറിനേഴ്സും ഹണിമൂൺ ആഘോഷിക്കാൻ വാട്ടർമെലൻ ഹൗസിൽ വരുമായിരുന്നു. അങ്ങനെ ഡോണ്ടു ഒരു വലിയ പണക്കാരനായി. ഒരു ദിവസം മ്യൂസിയത്തിലെ കുറച്ച് ആൾക്കാര് ഡോണ്ടുന്റെ അരികിൽ വന്നിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾ ഈ വാട്ടർമെലൻ ഹൗസ് മ്യൂസിയത്തിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നു. പറയൂ, ഇതിന് എന്താണ് വില? എനിക്കിത് വിൽക്കാൻ താല്പര്യമില്ല. വിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിലും മഴക്കാലത്ത് ഇവിടെ ആരും വരാൻ പോകുന്നില്ല. വെറുതെ ഇരുന്ന് കേടാവത്തേ ഉള്ളൂ. ഞങ്ങൾ ടെക്നിക് ഉപയോഗിച്ച് 1000 വർഷം വരെ ഇതിനെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ടും ഡോണ്ടു സമ്മതിച്ചില്ല. പക്ഷേ നടക്കാനുള്ളതല്ലേ നടക്കൂ. ചൂട് കാലം തീർന്നതും മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് വാട്ടർമെലൻ ഹൗസ് പൂട്ടേണ്ടി വന്നു. ഈ കാലത്ത് ആർക്കും വാട്ടർമെലൻ ഹൗസിൽ വന്ന് താമസിക്കണ്ട. മഴ കാരണം ഡോണ്ടു ഏകദേശം 2 ആഴ്ച വീട്ടിൽ തന്നെ ഇരുന്നു. മഴ നിന്ന ഉടൻ തന്നെ ഡോണ്ടു നേരെ പാടത്തെത്തി. അവിടെ ചെന്നപ്പം അവൻ കാണുന്നത് വാട്ടർമെലൻ ഹൗസ് തകർന്ന് താഴെ വീണതാണ്. അതിന്ന് ഭയങ്കര നാറ്റം വരുന്നു. ഇത് കണ്ടപ്പോ ഡോണ്ടു നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഇതെന്തായി സംഭവിച്ചത്? എന്റെ ദൈവമേ, ഇതെന്തായി സംഭവിച്ചത്? ഞാൻ തകർന്നു പോയല്ലോ. മ്യൂസിയത്തിൽ നിന്ന് വന്ന ആൾക്കാർ പറഞ്ഞാ കേട്ടാ മതിയായിരുന്നു. എനിക്ക് പണവും പേരും എല്ലാം നഷ്ടമായല്ലോ ദൈവമേ. ഡോണ്ടു ഒച്ചത്തിൽ കരഞ്ഞു. ഇങ്ങനെ ഡോണ്ടുന്റെ തോന്നിവാസം അവന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഉത്തർപ്രദേശിൽ പടിഞ്ഞാറ് ഫത്തേഗഞ്ച് എന്ന പേരുള്ള സ്ഥലമുണ്ടായിരുന്നു. ഇവിടെ സൂരജ് അയാളുടെ കുടുംബവുമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. സൂരജിന് തണ്ണിമത്തൻ കൃഷിയായിരുന്നു. അയാൾക്ക് 2 പെൺകുട്ടികളാണ്, ജ്യോതി, മാലു. അച്ഛ, മാളു അരി വേവിക്കാതെ അതിനെ പച്ചയ്ക്ക് തിന്നു. അച്ഛ, ഇവൾ എന്റെ ടൂത്ത് ബ്രഷ് എടുത്ത് അവളുടെ വായിക്കകത്തിട്ട് അതിനെ ചീത്തയാക്കി. അതുകൊണ്ട് ഞാൻ ഇന്ന് പല്ല് തേച്ചിട്ടില്ല. എനിക്കൊരു പുതിയ ബ്രഷ് വേണം. മാലുമോളെ, നീ നിന്റെ ബ്രഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ജ്യോതി നിന്റെ സഹോദരിയല്ലേ? അവള് നിന്റെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? ഈ വർഷം തണ്ണിമത്തങ്ങയുടെ കൃഷി വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വർഷം ചെലവെല്ലാം ശരിക്കും ചുരുക്കണം. നാളെ ഞാൻ തണ്ണിമത്തൻ വിൽക്കാൻ ചന്തയിൽ പോവാണ്. ഈ പ്രാവശ്യം എത്ര പണം കിട്ടുമെന്ന് നാളെ അറിയും. ചന്ത ഗ്രാമത്തിന് ദൂരെ നഗരത്തിലായിരുന്നു. അവിടുത്തെ കടയുടെ ഉടമസ്ഥൻ ഒരു സാമർത്ഥ്യക്കാരനും പിശുക്കനുമായിരുന്നു. അയാള് കൃഷിക്കാരെ ശരിക്കും പറ്റിക്കുമായിരുന്നു. ഈ വർഷം എനിക്ക് എന്റെ മകളുടെ വിവാഹം നടത്തണം. ചെലവ് ഏകദേശം 10-12 ലക്ഷമായിരിക്കും. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ സീസണിൽ എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയേ പറ്റൂ. ഹരിയ, നീ നിന്റെ ബുദ്ധി ഉപയോഗിക്ക്. എങ്ങനെയാണ് ഞാൻ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് അവരുടെ കൃഷി മേടിക്കാൻ പറ്റുന്നത്? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. പാവപ്പെട്ട കൃഷിക്കാരുടെ പണം കൊടുക്കാതിരുന്നാ മതി. അവര് മറിച്ചൊന്നും പറയാത്തോണ്ട് നമുക്ക് രക്ഷപ്പെടാനാവും. നീ എന്തു പറയുന്നു? ശരിയല്ലേ? പൊന്നു സാറേ, അവർക്ക് കൊടുക്കാനുള്ള പണം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവര് അടുത്ത വർഷം അവരുടെ കൃഷി വിൽക്കാൻ നമ്മുടെ അടുത്ത് വരില്ല. അവര് വേറെ ഏതെങ്കിലും ചന്ത അന്വേഷിച്ചു പോവും. ഇതിനേക്കാൾ നല്ലൊരു പദ്ധതി എന്റെ അടുത്തുണ്ട്. അങ്ങനെ ചെയ്ത ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും പറ്റും, കക്ഷത്തിരിക്കുന്ന പോകാനും പോകുന്നില്ല. അടുത്ത ദിവസം സൂരജ് മോത്തിലാലിന്റെ അരികിലെ തണ്ണിമത്തൻ വിൽക്കാൻ അവിടെ എത്തി. സൂരജ്, നിങ്ങളുടെ പാടത്തുണ്ടാകുന്ന തണ്ണിമത്തങ്ങയ്ക്ക് നല്ല രുചിയാണുള്ളത്. കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് 45,000 ആണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് 50,000 രൂപ തരാം. സൂരജ് ആ പണം അയാളുടെ സഞ്ചിക്കകത്ത് വെച്ചു. എന്നിട്ട് സന്തോഷമായി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. ജ്യോതിക്കും മാലുവിനും വേണ്ടി ഡ്രസ്സിനുള്ള തുണി എനിക്ക് മേടിക്കാൻ പറ്റും. പിന്നെ പുതിയ 2 ടൂത്ത് ബ്രഷും. സൂരജ് അയാളുടെ ചിന്തയില് ശരിക്കും മുഴുകി. പെട്ടെന്ന് 2 കള്ളന്മാര് ബൈക്കിൽ വന്നിട്ട് സൂരജിന്റെ കയ്യിലുള്ള ബാഗ് തട്ടിയെടുത്തു. കള്ളൻ, കള്ളൻ, ആരെങ്കിലും ഒന്ന് പിടിക്കണേ, എന്റെ ബാഗ് കള്ളൻ. ആ 2 കള്ളന്മാരെ മോത്തിറാം തന്നെയായിരുന്നു അയച്ചത്. ഇങ്ങനെ മോത്തിറാം സാമർഥ്യം കാണിച്ചിട്ട് സൂരജിന്റെ കയ്യിൽ നിന്നും തണ്ണിമത്തൻ ഫ്രീ ആയിട്ട് മേടിച്ചു.
പാവം സൂരജ് കരഞ്ഞുകൊണ്ട് മോത്തിലാലിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് നടന്ന കാര്യമെല്ലാം മോത്തിലാലിനോട് പറഞ്ഞു. എന്താ, പണം ആരാണ്ട് തട്ടിയെടുത്തുന്നു? അത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് മുഴുവനും പണം തന്നതാണല്ലോ. എന്റെ പൊന്നു സാറേ, എന്റെ കുട്ടികൾ ഇന്ന് പട്ടിണിയാകും. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ന് സഹായിക്കണം. 2 തണ്ണിമത്തങ്ങ എടുത്ത് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കണം. നിന്റെ കുടുംബത്തിന് ഇന്ന് രാത്രി വരെ കഴിക്കാനുള്ള ആഹാരം നിനക്ക് കിട്ടിയല്ലോ. പാവം സൂരജ് കയ്യിൽ 2 തണ്ണിമത്തൻ വെച്ചോണ്ട് കരഞ്ഞോണ്ട് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. വഴിയിൽ ഒരു സിദ്ധൻ അയാളുടെ എതിരെ നടന്നു വരുന്നു. മകനെ, എനിക്ക് നല്ല ദാഹം തോന്നുന്നു. നിനക്ക് ഇതിലുള്ള ഒരു തണ്ണിമത്തങ്ങ എനിക്ക് തരാമോ? സൂരജ് ഒരു തണ്ണിമത്തൻ ആ സിദ്ധന് കൊടുത്തു. സൂരജിന്റെ കണ്ണിലെ കണ്ണുനീര് കണ്ടപ്പം ആ സിദ്ധന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അദ്ദേഹം സൂരജിനെ അനുഗ്രഹിച്ചു. അടുത്ത വർഷം ഇതേ ദിവസം തന്നെ നിനക്കുള്ള പ്രശ്നങ്ങളെല്ലാം നിനക്ക് മാറിക്കിട്ടും. സൂരജിനും അയാളുടെ മക്കൾക്കും ആ വർഷം വളരെ പ്രയാസമുള്ളതായിരുന്നു. കയ്യില് പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് ചപ്പാത്തിയും ചമ്മന്തിയും മാത്രമേ കഴിച്ചുള്ളൂ. അച്ഛാ, എന്നെ കൊണ്ട് ഈ ആഹാരം ഇനി കഴിക്കാൻ പറ്റില്ല. മോളെ, നമുക്കിനി അടുത്ത വിളവുണ്ടാകുന്നവരെ നീ ഒന്ന് സമാധാനിച്ചേ പറ്റൂ. അവസാനം ഒരു വർഷം എങ്ങനെങ്കിലും കഴിച്ചുകൂട്ടി. സൂരജിന്റെ പാടത്ത് പുതിയ കൃഷിയുണ്ടായി. ജ്യോതി ഒരു ദിവസം ഒരു തണ്ണിമത്തൻ മുറിച്ചു നോക്കിയപ്പോ അവൾ ഒച്ചയിട്ടു. അച്ഛാ, മാലു, ഓടി വന്നേ. എന്തു പറ്റി? എന്തിനാ യക്ഷിയെ പോലെ ചലിക്കുന്നത്? ഇതിനകത്ത് സ്വർണം ഉണ്ടാക്കിയ ഒരു ബോളുണ്ട്. സൂരജും അയാളുടെ മക്കളും പാടത്ത് നിന്ന് എല്ലാം തണ്ണിമത്തൻ മുറിച്ചു നോക്കി. അതിലെല്ലാത്തിലും സ്വർണ ബോൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് ആ സിദ്ധന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. തണ്ണിമത്തനത്തിനകത്ത് സ്വർണം കിട്ടിയതുകൊണ്ട് സൂരജ് വലിയ പണക്കാരനായി. ഹരിയ ഈ കാര്യമെല്ലാം ചെന്ന് മോത്തിറാമിനോട് പറഞ്ഞു. സാറേ, സൂരജ് ഇപ്പോ നിങ്ങളെക്കാൾ വലിയൊരു പണക്കാരനാണ്. അവരുടെ പാടത്തുണ്ടാകുന്ന തണ്ണിമത്തനത്തിനകത്ത് സ്വർണമുണ്ട്. ഏതോ ഒരു സിദ്ധന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്നാണ് നാട്ടുകാര് പറയുന്നത്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അടുത്ത വർഷം അവന്റെ തണ്ണിമത്തങ്ങ വരുമ്പോ അത് മുറിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് സ്വർണമെല്ലാം എടുത്തേക്കാം. അടുത്ത സീസണിൽ സൂരജിന്റെ പാടത്ത് തണ്ണിമത്തൻ ഉണ്ടായപ്പോ ഒരു രാത്രി മോത്തിറാം അയാളുടെ പണിക്കാരനോടൊപ്പം പച്ച തണ്ണിമത്തൻ തന്നെ മുറിക്കാൻ എത്തി. അയാൾ അയാളുടെ വേലക്കാരനോടൊപ്പം അതിനകത്തിരുന്ന സ്വർണമെല്ലാം എടുത്തു. എന്നിട്ട് അതിനെ അയാള് തോളത്തിട്ടു. നമ്മള് ഇപ്പൊ വീട്ടിൽ പോകുന്നില്ല. കാരണം സൂരജ് പോലീസിന് വിവരം അറിയിക്കും. പിന്നെ അവര് സ്വർണം നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തും. നദി കടന്നാൽ എന്റെ ഇളയമ്മയുടെ വീടാണ്. നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ സാറേ, ഇത്രയും ഭാരവുമായിട്ട് നമ്മൾ എങ്ങനെയാ നദി കടക്കാൻ പോകുന്നേ? എടാ, ആ നദിയില് അധികം വെള്ളമൊന്നുമില്ല. നീ എന്തിനാ ഇത്രയ്ക്ക് പേടിക്കുന്നേ? മോത്തിറാമും ഹരിയും കൂടെ ചേർന്ന് ഒരുപാട് ഭാരമുള്ള സ്വർണം ചുമന്ന് ആ നദി കടക്കാൻ അവര് ശ്രമിച്ചു. യാദർശികമായിട്ട് അവര് നദിയില് ഡാമിലെ വെള്ളം തുറന്നുവിട്ടു. നദിയില് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി കൂടി വന്നു. തോളത്ത് ഭാരം കൂടുതലായതുകൊണ്ട് മോത്തിലാൽ അയാളുടെ വേലക്കാരനും നദിയില് മുങ്ങി ചത്തു. എല്ലാവരും പറയുന്നത് ശരിയാണ്. ന്യായത്തിന്റെ കയ്യിൽ നിന്നാർക്കും രക്ഷപ്പെടാനാവില്ല.